മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് നിഷ സാംജിത്ത് അവതരിപ്പിച്ചു. പാർപ്പിട മേഖലയ്ക്കും കാർഷിക ക്ഷീരവികസന മേഖലയ്ക്കും സ്വയം തൊഴിൽ പദ്ധതികൾക്കും മുൻഗണന നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പാർപ്പിട കാർഷിക ക്ഷീരവികസന മേഖലകൾക്കും സ്വയം തൊഴിൽ പദ്ധതികൾക്കും മുൻഗണന നൽകുന്ന ബജറ്റാണ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് നിഷ സാംജിത്ത് അവതരിപ്പിച്ചത്. 46,82,92,892 രൂപ വരവും 44,14,40,500 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ആകെ 46,82,92,892 രൂപയുടെ വരവാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും അഭിമാന പദ്ധതിയായ ലൈഫ് പദ്ധതിയിലൂടെ 5 ലക്ഷം ഭവനരഹിതരെ ഭവന ഉടമകളാക്കി ഭവനരഹിതരല്ലാത്ത സുന്ദര കേരളത്തിന്റെ സാക്ഷാത്കാരത്തിനായി ഭവന നിർമ്മാണ പദ്ധതികൾക്ക് ഇത്തവണയും ബഡ്ജറ്റിൽ പ്രഥമ സ്ഥാനം നൽകുന്നു. ലൈഫ് ഭവന പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്തുകൾക്ക് വിഹിതം നൽകുന്നതിന് 2026-27 സാമ്പത്തിക വർഷം ജനറൽ വിഭാഗത്തിൽ 51,32,200 രൂപയും പട്ടികജാതി വിഭാഗത്തിൽ 14,18,800 രൂപയും അനുവദിക്കുന്നു. ഓണാട്ടുകരയുടെ കാർഷിക പെരുമ വീണ്ടെടുക്കുന്നതിനും എള്ള് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വനിതാ സ്വയം തൊഴിൽ പദ്ധതികളും വനിതാ ഫിറ്റ്നസ് കേന്ദ്രങ്ങളും പഞ്ചായത്ത് തലത്തിൽ ആരംഭിക്കുന്നതിനുള്ള പദ്ധതികൾ ഉൾപ്പെടെ ജ്വാല സ്ത്രീ സുരക്ഷാ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിദാരിദ്ര്യമുക്തരായവർക്ക് പ്രത്യേക പദ്ധതികളും ബജറ്റ് മുന്നോട്ട് വെക്കുന്നു. വായനശാലകളുടെ പുനരുജ്ജീവനത്തിനും പുത്തൻ സാങ്കേതികവിദ്യ പ്രയോഗിക്കുന്നതിനും ബജറ്റിൽ പദ്ധതികളുണ്ട്. പശ്ചാത്തല മേഖലയുടെ വികസനത്തിനായി 143 ലക്ഷം രൂപയും പട്ടികജാതി നഗറിലേക്കുള്ള പശ്ചാത്തല വികസനത്തിനും നഗറുകളുടെ സമഗ്ര വികസനത്തിനും കാര്യമായ തുകയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വിവിധ തൊഴിൽദാന പദ്ധതികൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള കിലുക്കാമ്പട്ടി എന്ന പ്രത്യേക പദ്ധതി തുടങ്ങിയവ ബജറ്റിൽ എടുത്തു പറയുന്നു. സഹയാത്രി ഭിന്നശേഷി പദ്ധതി, ഹൃദയസ്പർശം പാലിയേറ്റീവ് പദ്ധതി, നിരാമയ ആരോഗ്യ പദ്ധതി, പച്ചത്തുരുത്ത് പരിപാലനത്തിനായി തീരപ്പച്ച എന്നിവ ബജറ്റ് മുന്നോട്ട് വെക്കുന്നു. ബജറ്റ് അവതരണ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി.എസ്. താഹ അധ്യക്ഷനായി. കർഷകർക്കും ജനങ്ങൾക്കും ക്ഷേമം ഉറപ്പാക്കുന്നതിന് ഈ ഭരണസമിതി ബജറ്റിൽ ലക്ഷ്യമിടുകയാണ്. ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് പാലിന് സബ്സിഡി എല്ലാ വർഷവും ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്താറുണ്ട്. ക്ഷീരമേഖലയിൽ കാലിത്തീറ്റ വിതരണം, കറവയന്ത്രങ്ങളുടെ വിതരണം തുടങ്ങിയ പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റെടുത്തത് തുടർന്നും ഈ ഭരണസമിതി ഏറ്റെടുക്കും. സംരംഭ യൂണിറ്റുകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുകയാണ്. രൂക്ഷമായ തൊഴിലില്ലായ്മയ്ക്ക് സഹായമേകുന്ന പദ്ധതികളാണ്, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സഹായമേകുന്ന പദ്ധതികളാണ് ചെറുകിട വ്യവസായ മേഖലയിൽ നാം ഏറ്റെടുക്കുന്നത്. വിജ്ഞാന കേരളത്തിലെ വിജ്ഞാനാധിഷ്ഠിത സമ്പദ്ഘടനയിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ അഭ്യസ്തവിദ്യരായിട്ടുള്ള തൊഴിലിതർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നാം ലക്ഷ്യമിടുകയാണ്. സെക്രട്ടറി ആഷ്ലി നായർ, സ്ഥിരം സമിതി അധ്യക്ഷരായ മുരളി പച്ചംകുളത്ത്, രേഖ എസ്, രശ്മി ശ്രീനി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.